ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ നീറ്റ് പ്രിപ്പറേഷൻ്റെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് എക്സാം അറ്റൻഡിങ് എന്നുള്ളത്. അതായത് തുടർച്ചയായിട്ട് എക്സാം എഴുതിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം ഹാളിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, നമ്മുടെ പബ്ലിക് എക്സാം ഹാളിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീക്ക്ലി ടെസ്റ്റ് വളരെ സയൻറ്റിഫിക് ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീക്ക്ലി ടെസ്റ്റ് സീരീസിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളാണ് ഞാനിവിടെ അനൗൺസ് ചെയ്യുന്നത്. അതായത് ജൂലൈ മാസം ആദ്യ വീക്ക് മുതലാണ് നമ്മുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ +1ലെയും +2ലെയും 3 സബ്ജക്റ്റിലെയും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 സബ്ജക്റ്റിലെയും ആദ്യ ചാപ്റ്റേഴ്സ് മുതലുള്ള ലെക്ചേഴ്സ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ബയോളജിയിൽ ഓൾറെഡി നമ്മൾ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലേക്ക് കടന്നു. ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിലും ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ശേഷം ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്കത് റിവൈസ് ചെയ്യാനും നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സമയം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ശേഷമാണ് നമ്മുടെ ടെസ്റ്റ് ആരംഭിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ ഫ്രീക്വൻറ്റ് റിവിഷൻ എന്നുള്ളത് നമ്മുടെ പ്രിപ്പറേഷൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് അതിലെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് ഫുള്ളി നമ്മൾ പ്രിപ്പയർഡ് ആയ ശേഷം മാത്രമാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. എക്സാമിന് അതിൻ്റേതായ സീരിയസ്നെസ്സിൽ തന്നെ, വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങൾ എക്സാമിന് അപ്രോച്ച് ചെയ്യണം. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ ബാക്ക്ലോഗ് റിക്കവർ ചെയ്തെടുക്കേണ്ടതാണ്. എക്സാം ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ജൂലൈ മാസത്തിലെ എക്സാം ഷെഡ്യൂള് ഞാനിവിടെ അനൗൺസ് ചെയ്യാം. നമ്മുടെ ലെക്ചേഴ്സ് നിങ്ങൾക്കറിയാവുന്നതുപോലെ തിങ്കളാഴ്ച ബയോളജി, ചൊവ്വാഴ്ച കെമിസ്ട്രി, അതുപോലെ ബുധനാഴ്ച ഫിസിക്സ്, വീണ്ടും വ്യാഴാഴ്ച ബയോളജി, വെള്ളി കെമിസ്ട്രി, ശനി ഫിസിക്സ്. ഈ രൂപത്തിലാണ് ഞാനിപ്പോൾ നമ്മുടെ ലെക്ചേഴ്സ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രീതിയിൽ തന്നെ നമ്മൾ തുടർന്നു പോകുന്നതാണ്. നമ്മുടെ ഓരോ വീക്ക്ലി ടെസ്റ്റിൻ്റെ മുന്നായിട്ട് തന്നെ ആ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകുന്നതാണ്. ഇനി എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളെ യൂട്യൂബ് വഴി തന്നെ അറിയിക്കുന്നതാണ്. ഓക്കെ, എന്തായിരുന്നാലും നമ്മുടെ വീക്ക്ലി ടെസ്റ്റിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആ ചാപ്റ്റർ കവർ ചെയ്ത് അതിൻ്റെ റിവിഷനും കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. ജൂലൈയിലെ ആദ്യത്തെ വീക്കിൽ നമുക്ക് +1ലെ ഫസ്റ്റ് ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. അതായത് ബയോളജിയിലെ ലിവിങ് വേൾഡ്, അതുപോലെ ഫിസിക്സിലെ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ, കെമിസ്ട്രിയിലെ മോൾ കൺസെപ്റ്റ്, ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ 3 ചാപ്റ്റേഴ്സാണ് ജൂലൈ 7-ാം തീയതിയാണ് ഇതിൻ്റെ എക്സാം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എക്സാം ഞാൻ ഓൾറെഡി നിങ്ങളോട് ഒരുപാട് തവണ പറഞ്ഞതാണ്. ഞായറാഴ്ചകളിലാണ് നമ്മുടെ എക്സാം നടക്കുക. വെബ്സൈറ്റ് വഴിയാണ് എക്സാം എടുക്കുക. പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരുപാട് ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയുള്ള ഏതെങ്കിലും ഒരു സമയം ഉപയോഗപ്പെടുത്തി നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഓക്കെ, റൈറ്റ് ആൻസർ ഏതൊക്കെയാണ്, റോങ് ആൻസർ ഏതൊക്കെയാണെന്നുള്ള വിശദമായ റീപ്ലൈ, അതായത് ഇമെയിൽ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്നും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ +1ലെ ആദ്യ ചാപ്റ്റേഴ്സാണ് ജൂലൈ മാസത്തിലെ ആദ്യ വീക്കിൽ നമ്മുടെ എക്സാം. ഓക്കെ, സെക്കൻഡ് വീക്കിൽ +2ലെ ചാപ്റ്റേഴ്സാണ് ഉണ്ടാവുക. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ബയോളജിയിൽ നിന്നും, അതുപോലെ കെമിസ്ട്രിയിലെ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾക്കറിയാം ബയോളജിയിലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ. അത് ഡിലീറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഉണ്ടാവുക. അതുപോലെ സൊല്യൂഷനും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സും. അപ്പോൾ ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ടാണ് നമുക്ക് എക്സാംസ് ഉണ്ടാവുക. അതായത് ഒരാഴ്ച +1ൻ്റെ എക്സാം ആണെങ്കിൽ രണ്ടാമത്തെ ആഴ്ചയിൽ +2ൻ്റെ ടോപ്പിക്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ +1ൽ പഠിക്കുന്നവരാണെങ്കിൽ +1ൻ്റെ എക്സാംസ് മാത്രമേ നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അതായിരിക്കും 3 ചാപ്റ്ററും +1 തന്നെ ആയിരിക്കും ഉണ്ടാവുക. +2കാരും റിപ്പീറ്റേഴ്സും റിപ്പീറ്റേഴ്സും എല്ലാവരും നിർബന്ധമായിട്ടും എല്ലാ ടെസ്റ്റും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, +1കാർക്ക് മാത്രം എന്ത് ചെയ്യാം, +2ൻ്റെ പോർഷൻസ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വീക്ക്, അതായത് 21 ജൂലൈയിൽ +1ലെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അതുപോലെ സ്ട്രക്ചർ ഓഫ് ആറ്റം, അതുപോലെ തന്നെ മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, ഈ ഒരു ചാപ്റ്ററാണ് മൂന്നാമത്തെ ആഴ്ച, അതായത് 21-ാം തീയതി ജൂലൈയിൽ ഉണ്ടാവുക. 28-ാം തീയതിയാണ് അടുത്തത് ഉണ്ടാവുക, അതായത് +2ലെ രണ്ടാമത്തെ ചാപ്റ്റേഴ്സ്.
ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രി, അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇത്രയുമാണ് ജൂലൈ മാസം നമുക്ക് തീർക്കാനുള്ളത്, എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും. അപ്പോൾ ടോട്ടൽ നമുക്ക് 12 ചാപ്റ്റേഴ്സ് നമുക്ക് ജൂലൈ മാസത്തിൽ കവർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ആ രൂപത്തിൽ തന്നെ പഠിച്ചു പോവുക. ഇങ്ങനെ നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂളായിട്ട് നമ്മുടെ സിലബസ് തീർക്കാവുന്നതാണ്. ഇപ്പോൾ ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ ചാപ്റ്റേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. 100ഓളം ചാപ്റ്റർ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പം 80 സംതിങ് ചാപ്റ്റേഴ്സ് മാത്രമാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്കത് നമ്മുടെ ഈ പ്രിസ്ക്രൈബ്ഡ് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് തീർക്കാവുന്നതാണ്. നിങ്ങൾ അതിലൊന്നും യാതൊരുവിധ വറീഡ് ആവേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ ഷെഡ്യൂളിനനുസരിച്ച്, നമ്മുടെ എക്സാം ഷെഡ്യൂളിനനുസരിച്ച് അതിൻ്റെ മുന്നേ തന്നെ ലെക്ചർ വാച്ച് ചെയ്യലും, അതുപോലെ നോട്ട് പഠിക്കലും, പിന്നെ അതുപോലെ തന്നെ NCERT റീഡ് ചെയ്യലും, അതിനുശേഷം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ നമ്മുടെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് അറിയിക്കുന്നതാണ്. ഇതിനനുസരിച്ച് ഈ നമ്മുടെ എക്സാംസിൻ്റെ വളരെ മുന്നേ തന്നെ നമ്മുടെ ലെക്ചേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പോകുന്ന രൂപത്തിലായിരിക്കും ലെക്ചേഴ്സ് ഉണ്ടാവുക. എക്സാമിൻ്റെ മുന്നേ നമ്മൾ എന്തായാലും ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്ത് പോകും. ഓക്കെ, ഇനി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.